മഹത്വപ്പെടുമാറാകട്ടെ. ഒരു പുതിയ വർഷത്തിൽ നമുക്ക് പ്രവേശിക്കുവാനും ഒരു പുതിയ വിഷയത്തിലേക്കും പ്രവേശിക്കുവാനും ഒരവസരം ദൈവം നൽകി. കഴിഞ്ഞ നാളുകളായിട്ട് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരുന്ന പുസ്തകം രൂത്തിൻ്റെ പുസ്തകമായിരുന്നു. ഇന്ന് മുതൽ 1 കൊരിന്ത്യരുടെ ലേഖനമാണ് നമ്മളെല്ലാവരും ഒരുമിച്ച് പഠിക്കാൻ പോകുന്നത്. ആമുഖമായിട്ടുള്ള ചില കാര്യങ്ങൾ ഈ പുസ്തകത്തോടുള്ള ബന്ധത്തിൽ പറഞ്ഞ് ഇന്നത്തെ എൻ്റെ ശുശ്രൂഷ ഞാൻ അവസാനിപ്പിക്കാം. ഇത് എഴുതിയ വ്യക്തികൾ ആദ്യത്തെ വാക്യത്തിൽ തന്നെ വ്യക്തമാണ്, പൗലോസും സോസ്തെനസും. പൗലോസിനെ നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ സോസ്തെനസ് എന്ന് പറയുന്ന ഈ സഹോദരനെ പറ്റി നമുക്ക് അപ്പോസ്തല പ്രവൃത്തി 18-ാമത്തെ അധ്യായം അതിൻ്റെ 17-ാമത്തെ വാക്യത്തിൽ ഈ വ്യക്തിയെ നമുക്കവിടെ കാണാൻ സാധിക്കും. ഒന്ന് വായിച്ചേ, ആ ഭാഗം ഒന്ന് വായിച്ചേ. അപ്പോസ്തല പ്രവൃത്തി 18-ാമത്തെ അധ്യായത്തിൻ്റെ 17-ാമത്തെ വാക്യം. എല്ലാവരും പള്ളിപ്രമാണിയായ സോസ്തെനോസിനെ പിടിച്ച് ന്യായാസനത്തിന് മുമ്പിൽ വെച്ച് അടിച്ചു. ഇത് ഒന്നും ഗലിയോൻ കൂട്ടാക്കിയില്ല. ഓക്കെ, അപ്പോൾ ഈ വാക്യത്തിൽ വ്യക്തമാക്കുന്നത് പോലെ പള്ളിപ്രമാണിയായ കൊരിന്തിലെ സിനഗോഗിൽ പള്ളിയിലുള്ള പ്രമാണിയായിരുന്നു ഇദ്ദേഹം, ഒരു ക്രിസ്ത്യാനി ആവുന്നതിന് മുമ്പ്. അപ്പോൾ ഇവർ രണ്ടുപേരുമാണ് ഈ ലേഖനം എഴുതുന്നത്. ഇനി ഈ ലേഖനം എഴുതിയ സമയവും സ്ഥലവുമാണ് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത്. പൗലോസിൻ്റെ 3ാമത്തെ മിഷണറി യാത്രയിൽ പൗലോസ് ഏകദേശം ഒരു 3 വർഷം എഫെസോസിൽ താമസിച്ചതായിട്ട് നമുക്ക് അപ്പോസ്തല പ്രവൃത്തി 20-ാമത്തെ അധ്യായത്തിൻ്റെ 31-ാമത്തെ വാക്യത്തിലും 19-ാമത്തെ അധ്യായത്തിൻ്റെ 10-ാമത്തെ വാക്യത്തിലും കൂടി ചേർത്ത് വായിച്ചാൽ നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്ന കാര്യം ഇതാണ്. എഫെസോസിൽ നിന്നും താൻ ഗ്രീസിലേക്ക് പോകുന്നതായിട്ട് അപ്പോസ്തല പ്രവൃത്തി 20-ാമത്തെ അധ്യായത്തിൻ്റെ 2-ാമത്തെ വാക്യത്തിൽ കാണാൻ സാധിക്കും. ഗ്രീസ് എന്ന് പറയുമ്പോൾ അഖയ പ്രവേശ്യയുടെ മറ്റൊരു നാമം എന്ന് വെച്ചാൽ അഖയ പ്രവേശ്യയിലായിരുന്നു കൊരിന്ത് സ്ഥിതി ചെയ്തിരുന്നത്. അതേ പ്രവേശ്യയ്ക്ക് മറ്റൊരു നാമം ഉണ്ടായിരുന്നത് ഗ്രീസ് എന്നുള്ള പേരാണ്. കൊരിന്തിൽ നിന്നും അല്ലെങ്കിൽ എഫെസോസിൽ നിന്നും താൻ ഗ്രീസിലേക്ക് പോയി അവിടെ ഒരു 3 മാസം താൻ താമസിക്കുന്നുണ്ട് എഫെസോസിൽ. ഈ ലേഖനം 1 കൊരിന്ത്യരുടെ ലേഖനം പൗലോസ് കൊരിന്തിലെ എഫെസോസിലെ സ്പ്രിംഗ് ടൈമിലാണ് ഈ ഒരു ലേഖനം എഴുതുന്നത്. ഇത് 1 കൊരിന്ത്യർ 16-ാമത്തെ അധ്യായത്തിൻ്റെ 5 മുതൽ 10 വരെയുള്ള വാക്യങ്ങളിൽ നിന്നും നമുക്കത് വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. ഇനി ഇത്രയും പറഞ്ഞൊന്നും കേട്ടില്ലല്ലേ? Now we are looking at the description of the city and the lifestyle of the Corinthians. ഈ പട്ടണത്തിനെ പറ്റിയുള്ള ചില വിവരണങ്ങളും ഈ പട്ടണത്തിലെ ആൾക്കാരുടെ ജീവിത ശൈലിയും നമുക്ക് ശ്രദ്ധിക്കാം. ഗ്രീക്ക് മെയിൻലാൻഡും പെലോപ്പൊണേഷ്യൻ പെനിൻസുലയും തമ്മിൽ ബന്ധപ്പെടുന്ന ഒരു സ്ഥലമായിരുന്നു കൊരിന്ത്യൻ പട്ടണം. എന്ന് വെച്ചാൽ അജിയൻ റീജിയനിലേക്കും വെസ്റ്റേൺ മെഡിറ്ററേനിയൻ ഭാഗത്തേക്കുള്ള കപ്പൽ യാത്രയ്ക്ക് ഒരു നല്ലൊരു സ്ഥലമായിരുന്നു ഈ സ്ഥലം. ഇതുകൊണ്ട് തന്നെ അനേകം സംസ്കാരങ്ങളും മതങ്ങളും തിങ്ങിപ്പാർക്കുന്ന ഒരു പ്രദേശമാണ് കൊരിന്ത്. മതങ്ങൾ ഒരുപാട് സുലഭമായിരിക്കുന്ന ഒരു സ്ഥലമാണ് ഇവിടെ. ഈ ഒരു ഇൻഫർമേഷൻ 8-ാമത്തെ അധ്യായം മുതൽ 10-ാമത്തെ അധ്യായം വരെ വായിക്കുമ്പോൾ അത് പ്രസക്തമാകും. അതുമാത്രമല്ല, സഞ്ചരിച്ച് പ്രവർത്തിക്കുന്ന പ്രൊഫഷണലായിട്ടുള്ള പ്രാസംഗികർ, അതായത് ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ മോട്ടിവേഷണൽ സ്പീക്കേഴ്സ് എന്ന രീതിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ഒരുപാട് ആൾക്കാർ അന്നത്തെ കാലത്ത് കൊരിന്ത്യൻ പട്ടണത്തിൽ വന്നു പോയിക്കൊണ്ടിരിക്കുന്നൊരു കാലഘട്ടമാണ്. അപ്പോൾ സമൂഹം എന്ന രീതിയിൽ അവരെങ്ങനെ വളരണം, അതുപോലെ തന്നെ ഒരുപാട് സ്റ്റാൻഡപ്പ് കോമഡി അല്ലെങ്കിൽ അതുപോലുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്ന ഒരുപാട് പ്രാസംഗികർ, അവരൊരു മീറ്റിംഗ് വിളിച്ചു കൂട്ടുമ്പോൾ അവർ ആ കാണികളായിട്ട് വരുന്നവരിൽ നിന്നും ഫീസ് ഈടാക്കുമായിരുന്നു. പ്രൊഫഷണലായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർ അവരുടെ കാണികളിൽ നിന്നും ഫീസ് ഈടാക്കിയാണ് അവർ ഈ കാര്യങ്ങളെല്ലാം ഓർഗനൈസ് ചെയ്തുകൊണ്ടിരുന്നത്. 1-ാമത്തെ അധ്യായം മുതൽ 4-ാമത്തെ അധ്യായം വരെ നമ്മൾ പഠിക്കുമ്പോൾ ഇത് ഒരു പ്രസക്തമായിട്ടുള്ളൊരു കാര്യമായിരിക്കും. ഇനി
അടുത്തതായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, കൊരിന്തിലെ ആൾക്കാരുടെ ജീവിതം എല്ലാ തരം പാപങ്ങളാൽ നിറയപ്പെട്ട ഒരു ജീവിതമായിരുന്നു. അതിൽ വിഗ്രഹാരാധനയുണ്ട്, ലൈംഗിക അധാർമികതയുണ്ട്, സെക്ഷൽ ഇമ്മൊറാലിറ്റി, പിന്നെ പരസ്ത്രീ പരപുരുഷ ബന്ധം, വ്യഭിചാരം, അതൊക്കെയുണ്ട്, ഹോമോസെക്ഷുവാലിറ്റി ഉണ്ട്, കളവ്, റോബറി ഉണ്ട്, സ്വാർത്ഥതയുണ്ട്, മദ്യപാനമുണ്ട്, അങ്ങനെ മുതലായിട്ടുള്ള എല്ലാ കാര്യങ്ങളും അവിടെ ഉണ്ട്. 1 കൊരിന്ത്യർ 6:9-10 ഞാനിപ്പോൾ നിങ്ങളുടെ മുമ്പാകെ കോട്ട് ചെയ്തത്. 5-6 അധ്യായങ്ങൾ വായിക്കുമ്പോൾ ഇത് മനസ്സിൽ വെച്ചേക്കണം. ഇനി ഈ ഒരു പട്ടണത്തിൽ ഒരുപാട് യഹൂദന്മാർ ഉള്ളതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. എന്ന് വെച്ചാൽ അപ്പോസ്തലപ്രവൃത്തി 18-ാമത്തെ അധ്യായത്തിന് 3-4 വാക്യങ്ങളിൽ എല്ലാ ശബത നാളിലും ആ പള്ളിയിൽ ഒരുപാട് യഹൂദന്മാരവിടെ ഉണ്ടായിരുന്നു. ഇത്രയും അംഗസംഖ്യ കൊരിന്ത്യ പട്ടണത്തിൽ യഹൂദന്മാരെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാവാൻ കാരണം അപ്പോസ്തലപ്രവൃത്തി 18-ാമത്തെ അധ്യായത്തിൻ്റെ 1-2 വാക്യങ്ങളിൽ നാം എങ്ങനെയാണ് കാണുന്നത്? ക്ലൗഡിയസ് സീസർ എല്ലാ യഹൂദന്മാരോടും റോമിൽ നിന്നും പൊക്കോളാൻ ഒരു കൽപ്പന പുറപ്പെടുവിച്ചു. അത് നിമിത്തം കുറേ പേര് കൊരിന്തിൽ വന്നു. അങ്ങനെ വന്നവരിലുള്ള ഒരു കപ്പിളായിരുന്നു അക്വിലയും പ്രിസ്കില്ലയും. ഓക്കെ, ഇത്രയും നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ഈ സഭ എങ്ങനെയാണ് രൂപപ്പെട്ടതെന്നുള്ളതാണ് അടുത്ത കാര്യം. പൗലോസ് തൻ്റെ 2ാമത്തെ മിഷണറി യാത്രയിൽ ഫിലിപ്പി, തെസ്സലോനിക്ക, ബെരയ, ഏഥൻസ് എന്നീ സ്ഥലങ്ങളെല്ലാം 16-17 അധ്യായങ്ങളിൽ സന്ദർശിച്ചതിന് ശേഷം 18-ാമത്തെ അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യത്തിൽ താൻ കൊരിന്തിൽ എത്തി. എന്നാൽ പൗലോസ് കൊരിന്തിൽ എത്തുന്നതിന് മുമ്പ് ദൈവം, അതായത് ചരിത്രത്തെയും വ്യക്തികളെയും തൻ്റെ സർവാധികാരത്തിൽ മാറ്റുന്നവനായ ദൈവം, പൗലോസ് വരുന്നതിന് മുമ്പ് അക്വിലയെയും പ്രിസ്കില്ലയെയും റോമിൽ നിന്നും കൊരിന്തിലേക്ക് തൻ്റെ തിരഞ്ഞെടുപ്പിനാൽ ഇവിടേക്ക് കൊണ്ടുവന്നു. ഞാൻ പറഞ്ഞല്ലോ, അത് ക്ലൗഡിയസ് സീസർ കൊടുത്ത കൽപ്പനയുടെ ഭാഗമായിട്ടാണ് എല്ലാ യഹൂദന്മാരും അവിടുന്ന് പോയത്. ഇവരുടെ തൊഴിലിനെ സംബന്ധിച്ചിടത്തോളം അക്വിലയും പ്രിസ്കില്ലയും കൂടാരപ്പണിക്കാരായിരുന്നു. they were tent makers. അപ്പോൾ കൊരിന്ത്യൻ പട്ടണത്തിൽ ആവശ്യമായിട്ടുള്ള അനുവാദം, അവർക്ക് ബിസിനസ് നടത്താനുള്ള അനുവാദം ലഭ്യമാക്കുവാൻ വേണ്ടിയിട്ടും ഇവിടെ ഈ ബിസിനസ് സക്സസ്ഫുൾ ആയിട്ട് നടത്തിക്കൊണ്ട് പോകാനുള്ള നെസസറി കോണ്ടാക്ട്സ് കിട്ടാൻ വേണ്ടിയിട്ടും നല്ല സമയം അവർ എടുത്തിരുന്നു. ബൈബിൾ കാലഘട്ടത്ത് ഈ ടെൻറ്റ് മേക്കിംഗ്, കൂടാരപ്പണി എന്ന് ഉദ്ദേശിക്കുമ്പോൾ ഒട്ടകത്തിൻ്റെ രോമമോ അല്ലെങ്കിൽ ആടുകളുടെ രോമമോ എടുത്ത്, അല്ലെങ്കിൽ അതൊക്കെ എടുത്തിട്ട് തുണി ഉണ്ടാക്കി പിന്നെ അത് തുന്നിക്കെട്ടി വഴി യാത്രക്കാർക്ക് വേണ്ടിയിട്ട് കൂടാരം ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതായിരുന്നു ഇവരുടെ തൊഴിൽ. പൗലോസ് കൊരിന്തിൽ വെച്ച് ഇവരെ കണ്ടുമുട്ടുന്നു. താനും ഇവരുടെ തൊഴിലായതുകൊണ്ട് താൻ അവരുടെ കൂടെ കൂടി, അവരുടെ കൂടെ പണിയെടുത്തു. ആദ്യത്തെ മിഷണറി യാത്രയിൽ എവിടെയും പൗലോസ് ഇങ്ങനൊരു തൊഴിലിൽ ഏർപ്പെട്ടതായിട്ട് നമ്മൾ കാണുന്നില്ല. ഒരു സെക്യുലർ വർക്ക് താൻ ആദ്യത്തെ വർഷം അല്ലെങ്കിൽ ആദ്യത്തെ മിഷണറി യാത്രയിൽ ചെയ്തിരുന്നില്ല. മാത്രമല്ല 1 കൊരിന്ത്യർ 9:14 പൗലോസ് ഒരു ഒരു നിയമം പറയുന്നുണ്ട്. സുവിശേഷം പ്രസംഗിക്കുന്നവർ സുവിശേഷത്താൽ അവരുടെ ഉപജീവനം കഴിക്കണം. അപ്പോൾ പൗലോസ് മറ്റ് സ്ഥലങ്ങളിൽ നിന്നും ശുശ്രൂഷ ചെയ്ത സമയത്ത് അവരിൽ നിന്നാണ് തൻ്റെ പ്രതിഫലം താൻ എടുത്തിരുന്നത്. എന്നാൽ അത് താൻ ഇവിടെ ചെയ്യുന്നില്ല. എന്തുകൊണ്ടാണ്? ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കൊരിന്ത്യൻ പട്ടണത്തിൽ പല പ്രൊഫഷണൽ പ്രാസംഗികർ വന്ന് സദസ്സിൽ നിന്നും ഫീസ് ഈടാക്കിയാണ് അവർ പ്രസംഗിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ പൗലോസ് എന്താണ് തീരുമാനമെടുത്തത്? ജനങ്ങൾക്ക് തിരിച്ചറിയാൻ സാധിക്കണം പൗലോസ് ബാക്കി പ്രാസംഗികരെ പോലെ അല്ല എന്നുള്ളത്. എന്ന് വെച്ചാൽ ബാക്കി പ്രാസംഗികർ ഉപജീവനത്തിന് വേണ്ടിയിട്ട് ചെയ്യുമ്പോൾ അവരിൽ നിന്നും താൻ വ്യത്യസ്തനാണെന്ന് കൊരിന്ത്യൻ വ്യക്തികൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട് താൻ ഒരു തീരുമാനമെടുത്തു. താൻ സൗജന്യമായിട്ട് സുവിശേഷം അവരെ അറിയിക്കും. ഹി വിൽ പ്രസന്റ് ദ ഗോസ്പൽ ഫ്രീ ഓഫ് ചാർജ്. അതിലൂടെ
താൻ ചിലരെ സുവിശേഷത്തിലേക്ക് ആകർഷിക്കണം. സോ ദാറ്റ് ബൈ ദിസ് ഹി മൈറ്റ് വിൻ സം ഫോർ ദ ഗോസ്പൽ. 1 കൊരിന്ത്യർ 9:18 മുതൽ 20 വരെ നമുക്കത് കാണാൻ സാധിക്കും. ഈ പട്ടണത്തിൽ ഫീസ് കൊടുത്താൽ അല്ലെങ്കിൽ ഫീസ് എടുത്ത് സുവിശേഷം പറഞ്ഞാൽ സുവിശേഷത്തിന് അതൊരു തടസ്സമാകുമെന്നുള്ള ബോധ്യത്തിലാണ് പൗലോസ് ഈ പട്ടണത്തിൽ ഇത് ചെയ്തത്. താൻ സെക്യുലർ ജോലി എടുത്തിട്ട് ഇവിടെ ഫ്രീ ആയിട്ട് പ്രസംഗിച്ചത്. അപ്പോൾ ഫ്രീ ആയിട്ട് ഇത് പ്രസംഗിക്കുമ്പോൾ സ്വാഭാവികമായിട്ടൊരു ആകാംക്ഷ കേൾവിക്കാരുടെ ഇടയിൽ ഉണ്ടാകും. ദർ വിൽ ബി എ നാച്ചുറൽ ക്യൂരിയോസിറ്റി അമംഗ് ദി ഹിയറേഴ്സ്. അതുകൊണ്ട് തന്നെ ഫ്രീ ആയിട്ട് ഒരു സദസ്സിൽ പോയിരുന്ന് കാര്യങ്ങൾ കേൾക്കാനുള്ള ഒരു അട്രാക്ഷൻ കേൾവിക്കാരിലുണ്ടാവും. എന്നിട്ട് അവർ വിശ്വാസത്തിൽ വന്നാലോ അവർക്കാർക്കും പൗലോസിൻ്റെ മേൽ ഒരു ആരോപണം ഉന്നയിക്കാൻ സാധിക്കത്തില്ല. അതായത് ഇത് പൈസയ്ക്ക് വേണ്ടിയിട്ട് ചെയ്തതാണെന്ന് ഒരു ആരോപണം പോലും പൗലോസിനെ പറ്റി അവർക്ക് പറയാൻ സാധിക്കാത്ത രീതിയിലാണ് പൗലോസ് ഇവിടെ പ്രവർത്തിച്ചത്. ഇതാണ് 9-ാമത്തെ അധ്യായത്തിൻ്റെ 16 താൻ പരാമർശിക്കുന്നത്. ഒന്ന് വായിച്ചേ, 9:16. ഞാൻ സുവിശേഷം അറിയിക്കുന്നുവെങ്കിൽ എനിക്ക് പ്രശംസിപ്പാൻ ഒന്നുമില്ല. നിർബന്ധം എന്റെ മേൽ കിടക്കുന്നു. ഞാൻ സുവിശേഷം അറിയിക്കുന്നില്ല എങ്കിൽ എനിക്ക് അയ്യോ കഷ്ടം. ഓക്കെ, ഇനി അക്വിലായോടും പ്രിസ്കില്ലായോടും ചേർന്ന് താൻ യഹൂദ പള്ളിയിൽ എല്ലാ ശബത്ത് നാളിലും യഹൂദന്മാരോടും യവനന്മാരോടും വാദിച്ചു. അങ്ങനെ പള്ളിയിൽ വന്നിരുന്ന ആൾക്കാർ പൗലോസിനെ എതിർക്കുകയും പരിഹസിക്കുകയും ചെയ്തപ്പോൾ താൻ തൻ്റെ വസ്ത്രത്തെ കുടഞ്ഞു. എന്ന് വെച്ചാൽ അവരുടെ അവിശ്വാസത്തിൻ്റെ ഉത്തരവാദിത്വം അവരുടെ മേൽ തന്നെ അടിച്ച് വെച്ചിട്ട് താൻ തൻ്റെ നിർദോഷമായിട്ടുള്ള കാര്യങ്ങളെ പ്രഖ്യാപിച്ചതിന് ശേഷം താൻ ജാതികളുടെ ഇടയിലേക്ക് പോകുന്നു എന്നുള്ള ഒരു തീരുമാനം അവരോട് പറയുന്നു. എന്നാൽ താൻ യഹൂദന്മാരോടുള്ള തൻ്റെ സാക്ഷ്യപ്പെടുത്തൽ പൂർണ്ണമായിട്ടും നിർത്തിയിട്ടില്ല. കാരണം ഇതിന് ശേഷം എങ്ങോട്ടാണ് പോയത്? അപ്പോസ്തലപ്രവൃത്തി 18-ാമത്തെ അധ്യായം നോക്കിക്കേ. കാര്യം ശരിയാണ്, എല്ലാവരോടും ദേഷ്യപ്പെട്ടു. പക്ഷേ 7-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. അവൻ അവിടെ വിട്ട് തീത്തോസ് ക്രിസ്തോസ് എന്ന ഒരു ദൈവഭക്തന്റെ വീട്ടിൽ ചെന്നു. അവന്റെ വീട് പള്ളിയോട് തൊട്ടിരുന്നു. ഓക്കെ, മതി. അപ്പോൾ യഹൂദന്മാരോട് മൊത്തത്തിൽ അത് പറഞ്ഞുവെങ്കിൽ പോലും തൊട്ടടുത്ത് താമസിച്ചിരുന്ന ഒരു യഹൂദന്റെ വീട്ടിലേക്ക് തന്നെയാണ് പൗലോസ് പോയത്. ഓക്കെ, ഈ ഒരു ഘട്ടത്തിൽ ഈ പട്ടണത്തിൽ ചില വിശ്വാസികൾ ക്രിസ്തുവിൻ്റെ അടുക്കിലേക്ക് വന്നു. ഒന്ന് ഈ 7-ാമത്തെ വാക്യത്തിൽ വായിക്കുന്ന തിത്തിയോസ്, യൂസ്തൂസ്, പിന്നെ 8-ാമത്തെ വാക്യത്തിൽ പള്ളിപ്രമാണിയായിരുന്ന ക്രിസ്പോസും തൻ്റെ ഭവനവും, പിന്നെ 18-ാമത്തെ അധ്യായത്തിൻ്റെ 7-8 വാക്യങ്ങളിൽ നമ്മൾ കാണുന്ന സോസ്തനസ്. ഓക്കെ, സോസ്തനസ് എന്നുള്ള വ്യക്തി ക്രിസ്പോസിനെ റീപ്ലേസ് ചെയ്തു. അദ്ദേഹവും വിശ്വാസത്തിൽ വന്നു. പിന്നെ 1 കൊരിന്ത്യർ 16:15 കാണുന്ന സ്തെഫനോസും തൻ്റെ കുടുംബവും, പിന്നെ 1 കൊരിന്ത്യർ 1:14 കാണുന്ന ഗായോസ്, പിന്നെ 1 കൊരിന്ത്യർ 16:17 കാണുന്ന ഫോർട്ടുനേറ്റസും അക്കായസും. ഇങ്ങനെ ഒരു പറ്റം വിശ്വാസികൾ മുന്നോട്ട് വന്നു. എന്നാൽ ഇവരിൽ എല്ലാവരെയും പൗലോസ് സ്നാനപ്പെടുത്തിയിട്ടില്ല. ക്രിസ്പോസിനെയും കുടുംബത്തിനെയും ഗായോസിനെയും സ്തെഫനോസും തൻ്റെ കുടുംബത്തിനെയും മാത്രമേ പൗലോസ് സ്നാനപ്പെടുത്തിയുള്ളൂ. This information will be crucial in understanding the problem described in chapter 1-4. 1-ാമത്തെ അധ്യായം മുതൽ 4-ാമത്തെ അധ്യായം വരെ പരാമർശിക്കപ്പെടുന്ന പ്രശ്നത്തിൽ ഈ സ്നാനത്തിൻ്റെ വിഷയം അവിടെ പ്രധാന പങ്ക് വഹിക്കും. ഓർത്ത് വെക്കുക. എന്നാൽ മറ്റ് വിശ്വാസികൾ, അതായത് ഈ കൂട്ടർ അല്ലാതെ മറ്റ് വിശ്വാസികൾ വിശ്വസിച്ച് അവർ പത്രോസിനാലാണ് സ്നാനമേറ്റത്. അപ്പോൾ ഈ ഒരു സമയത്ത്, അതായത് കൊരിന്ത്യ സഭ ഉണ്ടാകുന്ന സമയത്ത് പത്രോസും ഭാര്യയും ഐറ്റിനറൻ്റ് മിഷണറീസ് ആയിട്ട് യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു സമയത്തേക്ക് അവരും പൗലോസിനോട് കൂടിയിട്ട് ഇവിടെ പ്രവർത്തിച്ചിരുന്നു. 1-ാമത്തെ അധ്യായത്തിൻ്റെ 12-ാമത്തെ വാക്യവും 9-ാമത്തെ അധ്യായത്തിൻ്റെ 5-ാമത്തെ വാക്യവും. ഇതിപ്പോൾ എടുക്കണമെന്നില്ല. പിന്നെ മറ്റ് അപ്പോസ്തലന്മാരും ഇടയ്ക്കിടെ ഈ സഭ സന്ദർശിച്ചു എന്ന് ഉള്ളൊരു അനുമാനം നമുക്കുണ്ട്. പൗലോസ് കൊരിന്തിലായിരുന്ന സമയത്ത് പൗലോസിൻ്റെ ജീവിതത്തിൽ 3-ാമത്തെ തവണ യേശു തനിക്ക് പ്രത്യക്ഷനായി. 1-ാം തവണ ദമസ്കോസിൻ്റെ പടിവാതിൽക്കൽ,
പിന്നീട് 3 വർഷത്തിന് ശേഷം യെരുശലേമിൽ ദേവാലയത്തിൽ തനിക്ക് ഒരു അപ്പിയറൻസ് കിട്ടി. ഇപ്പോൾ ഇതാ 3ാമത്തെ അപ്പിയറൻസ് ഇവിടെ പൗലോസിന് കിട്ടി. എന്താണ് 3ാമത്തെ അപ്പിയറൻസ്? 18-ാമത്തെ അധ്യായത്തിൻ്റെ 9-10 വാക്യങ്ങളൊന്ന് വായിക്കാം. രാത്രിയിൽ കർത്താവ് ദർശനത്തിൽ പൗലോസിനോട്, ഭയപ്പെടാതെ പ്രസംഗിക്കുക, മിണ്ടാതിരിക്കരുത്, ഞാൻ നിന്നോടുകൂടെ ഉണ്ട്, ആരും നിന്നെ കയ്യേറ്റം ചെയ്ത് ദോഷപ്പെടുത്തുകയില്ല, ഈ പട്ടണത്തിൽ എനിക്ക് വളരെ ജനമുണ്ട് എന്ന് അരുളി ചെയ്തു. പൗലോസിന് ഭയം വേണ്ട, നേരെ മറിച്ച് താൻ മിണ്ടാതിരിക്കാതെ പിന്നെയും പ്രസംഗിക്കണം. ഈ കൽപ്പനയ്ക്ക് 2 കാരണങ്ങളുണ്ട്. ഒന്ന്, ദൈവം പൗലോസിൻ്റെ കൂടെ ഇരിക്കും. അതുകൊണ്ട് തന്നെ ആരും പൗലോസിനെ ദേഹോപദ്രവം ഏൽപ്പിക്കത്തില്ല. 2, ദൈവം ഈ പട്ടണത്തിൽ പൗലോസിന് ശുശ്രൂഷ മുഖാന്തരം മുന്നോട്ട് വരുവാൻ ദൈവം അനേകം പേരെ നിയമിച്ചിട്ടുണ്ട്. God has predestined many people in the city to be his people through Paul's ministry. അപ്പോൾ ഒരു ഭയം പൗലോസിനുണ്ട്. 1 കൊരിന്ത്യർ 2:3 നോക്കിക്കേ. 1 കൊരിന്ത്യർ 2:3 അവിടെ ഒരു ഭയമുണ്ട്. ഞാൻ ബലഹീനതയോടും ഭയത്തോടും വളരെ നഗരത്തോടും കൂടെ നിങ്ങളുടെ ഇടയിൽ ഇരുന്നു. ഓക്കെ, എന്തുകൊണ്ടാണ് ഈ ഭയം? വാക്ചാതുര്യമുള്ള അനേകം പ്രാസംഗികർ വന്നു പോകുന്ന ഈ പട്ടണത്തിൽ മറ്റുള്ളവർക്ക് ആകർഷണീയമല്ലാത്ത മറ്റുള്ളവർക്ക് ആകർഷിക്കാൻ ഒന്നുമില്ലാത്ത ഒരു വാക്ചാതുര്യം ആണ് പൗലോസിനുള്ളത്. എന്ന് വെച്ചാൽ he doesn't have the eloquence that others desire. ബാക്കി എല്ലാവരും വളരെ എലക്വൻ്റ് ആയിട്ട് സംസാരിക്കുമ്പോൾ അവരുടെ ഇടയിൽ അത്രയും എലക്വൻസ് ഇല്ലാത്ത ഒരു ആൾ വന്ന് സംസാരിക്കുമ്പോൾ ജനം എങ്ങനെയാണ് ഇതിനോട് പ്രതികരിക്കുക എന്നുള്ളൊരു സ്വാഭാവികമായിട്ടുള്ള ഒരു ആകുലത ഇദ്ദേഹത്തിനുണ്ട്. ഓക്കെ, he was worried on whether his ministry would be moving forward. തൻ്റെ ശുശ്രൂഷ മുന്നോട്ട് പോകുമോ എന്നുള്ളൊരു ആശയക്കുഴപ്പം തനിക്കുണ്ട്. പക്ഷേ ദൈവം തനിക്ക് കൊടുത്ത ആ ഉറപ്പിൻ്റെ മേൽ എന്താണ് താൻ ചെയ്തത്? 1.5 വർഷമാണ് താൻ ആ പട്ടണത്തിൽ തുടർന്നും വേല ചെയ്തത്. അപ്പോസ്തലപ്രവൃത്തി 18-ാമത്തെ അധ്യായത്തിൻ്റെ 11-ാമത്തെ വാക്യത്തിൽ, അങ്ങനെ അവൻ 1 ആണ്ടും 6 മാസവും അവരുടെ ഇടയിൽ ദൈവവചനം ഉപദേശിച്ചുകൊണ്ട് താമസിച്ചു. ഓക്കെ, അപ്പോൾ കൊരിന്ത്യൻ പട്ടണത്തിലുള്ള തൻ്റെ ശുശ്രൂഷ നിമിത്തം കൊരിന്തിൽ നിവാസികളായിരുന്ന അനേകം പേര് അവരുടെ പാപസംബന്ധമായ ജീവിതം വിട്ട് വിശ്വാസത്തിലേക്ക് വരുന്നു. സോസ്ഥനസിനെ ദേഹോപദ്രവം ഏൽപ്പിച്ചതിന് ശേഷം പൗലോസ് പിന്നെയും കൂടുതൽ ദിവസം അവിടെ താമസിച്ചു. ഈ ഒരു സമയത്ത് പത്രോസ് തൻ്റെ റെഗുലർ വിസിറ്റിൽ അനേകം പേരെ സ്നാനപ്പെടുത്തി. പിന്നെ 18-ാമത്തെ അധ്യായത്തിന് ശേഷം, അതായത് ആ ഭാഗത്ത് താൻ കൊരിന്ത് വിട്ട് അക്വിലയും പ്രിസ്കില്ലയും കൊണ്ടുപോയി. പ്രിസ്കില്ലനെയും കൊണ്ടുപോയി എഫെസസിലേക്ക് പോയി. പിന്നെ അതിനുശേഷം താൻ അന്ത്യോക്കിലേക്ക് പോയി. അപ്പോൾ പൗലോസ് അക്വിലയും പ്രിസ്കില്ലയും എഫെസോസിൽ വിട്ടിട്ട് അതിനുശേഷം കുറച്ച് നാൾ കഴിഞ്ഞ് താൻ അന്ത്യോക്കിലേക്ക് പോയി. ഇപ്പോൾ അക്വിലയും പ്രിസ്കില്ലയും ഉള്ളത് എഫെസോസ് സഭയിലാണ്. ഈ എഫെസോസ് സഭയിലാണ് അലക്സാൻഡ്രിയയിൽ നിന്നും ഒരു യുവ സഹോദരൻ അങ്ങോട്ടേക്ക് വരുന്നത്. അദ്ദേഹത്തിൻ്റെ പേര് അപ്പൊല്ലോസ്. അത് അപ്പോസ്തലപ്രവൃത്തി 18-ാമത്തെ അധ്യായത്തിൻ്റെ 24-ാമത്തെ വാക്യം മുതൽ നമുക്കത് കാണാൻ സാധിക്കുന്നു. അലക്സാൻഡ്രിയയിൽ നിന്നും വന്ന ഒരു യഹൂദൻ. ഇദ്ദേഹം വളരെ വാക്ചാതുര്യമുള്ള ഒരു വ്യക്തിയായിരുന്നു. തിരുവെഴുത്തിൽ അഗ്രഗണ്യനായിരുന്നു. കർത്താവിൻ്റെ വഴിയിൽ പ്രബോധനം കിട്ടിയ ഒരു വ്യക്തിയായിരുന്നു. എന്നാൽ കഴിഞ്ഞ ആഴ്ച ഗോഡ്ലി പറഞ്ഞതുപോലെ ഒരു ചെറിയ കുഴപ്പം ഇദ്ദേഹത്തിൻ്റെ സംസാരത്തിലുണ്ടായിരുന്നു. ആ കുഴപ്പം താൻ പറഞ്ഞുകൊണ്ട് ഞാനത് ഒത്തിരി വിശദമാക്കില്ല. പക്ഷേ അക്വിലയും പ്രിസ്കില്ലയും ഒരുമിച്ച് ഈ വ്യക്തിയോട് ഈ അപ്പൊല്ലോസിനെ പറഞ്ഞ് മനസ്സിലാക്കി തന്നെ നേർവഴിക്ക് കൊണ്ടുവന്നു. അപ്പോൾ അപ്പൊല്ലോസിന് കൂടുതൽ ശുശ്രൂഷ അഖയൻ പ്രവിശ്യയിൽ ചെയ്യണമെന്നുള്ള ആഗ്രഹമുണ്ടായി. അങ്ങനെ എഫെസോസിലുള്ള സഹോദരന്മാർ അതിനെ പ്രോത്സാഹിപ്പിച്ച് എഫെസോസിലെ വിശ്വാസികൾ കൊരിന്തിലെ വിശ്വാസികൾക്കൊരു കത്തെഴുതി. ആ കത്തിൽ അപ്പൊല്ലോസിനെ സ്വീകരിക്കണം
അവന് ആവശ്യമായിട്ടുള്ള ശുശ്രൂഷ വേദികൾ ഒരുക്കണം എന്നുള്ള ഒരു കത്ത് എഫെസോസിലെ വിശ്വാസികൾ കൊരിന്തിലെ വിശ്വാസികൾക്ക് അയക്കുന്നു. അങ്ങനെ അപ്പൊല്ലോസ് കൊരിന്തിൽ വന്നു. എന്നിട്ട് എന്താണ് നമ്മൾ കാണുന്നത്? നമുക്ക് അപ്പോസ്തല പ്രവൃത്തി 18-27 വാക്യം, 27-28 വാക്യങ്ങളൊന്ന് വായിക്കാം. അവൻ ആഖായിലേക്ക് പോകുവാൻ ഇച്ഛിച്ചപ്പോൾ സഹോദരന്മാർ അവനെ ഉത്സാഹിപ്പിക്കുന്നു. അവനെ കൈക്കൊള്ളേണ്ടതിന് ശിഷ്യന്മാർക്ക് എഴുതുകയും ചെയ്തു. അവിടെ എത്തിയാതെ അവൻ ദൈവകൃപയാൽ വിശ്വസിച്ചവർക്ക് വളരെ പ്രയോജനമായി തീർന്നു. യേശു തന്നെ ക്രിസ്തു എന്ന് അവൻ തിരുവെഴുത്തുകളാൽ തെളിയിച്ചു. ബലത്തോടെ യഹൂദന്മാരെ പരസ്യമായി ഗ്രഹിച്ചു വന്നു. സോ പൗലോസിന്റെ ശുശ്രൂഷയാൽ കൃപയാൽ വിശ്വാസത്തിൽ വന്ന വ്യക്തികളെ ശക്തിപ്പെടുത്താൻ അപ്പൊല്ലോസിന്റെ ശുശ്രൂഷയ്ക്ക് ഒരു അവസരം ദൈവം കൊടുത്തു. അപ്പൊല്ലോസ് പവർഫുള്ളി റെഫ്യൂട്ടഡ് ദ ജൂസ് ഇൻ പബ്ലിക്. പരസ്യമായിട്ട് യഹൂദന്മാരെ തിരുവെഴുത്തിനെ ഉപയോഗിച്ച് യേശു ക്രിസ്തു ആണെന്നുള്ളത് തെളിയിക്കുകയും ചെയ്തു. അപ്പോൾ അപ്പൊല്ലോസ് കൊരിന്തിലായിരുന്നപ്പോൾ അപ്പൊല്ലോസും കുറേ പേരെ സ്നാനപ്പെടുത്തി. ഇത്രയുമാണ് ആമുഖമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങൾ. അടുത്ത തവണ നമ്മൾ കാണുമ്പോൾ ഇതായിരിക്കും ഡിസ്കസ് ചെയ്യുന്നത്. ഈ കത്ത് എന്തിനെഴുതി? നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്തത് ഇത് ആരെഴുതി, എപ്പോഴെഴുതി, എവിടെ നിന്ന് എഴുതി, ഈ സഭ എങ്ങനെ രൂപപ്പെട്ടു, ഈ പട്ടണത്തിൻ്റെ സ്വഭാവവിശേഷതകളൊക്കെയാണ് ഇതുവരെ നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഞാൻ എൻ്റെ ശുശ്രൂഷ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് 4 കാര്യങ്ങൾ നമുക്കൊരു ചില പാഠങ്ങളായിട്ടും പ്രായോഗികമാക്കേണ്ടതിനായിട്ടും നമുക്ക് ശ്രദ്ധിക്കാം. 1, God moves his people sometimes out of their comfort zone and relocates them to different places, mainly for the purpose of seeing his kingdom expand through missions. ദൈവം തൻ്റെ ജനത്തെ ചിലപ്പോൾ അവരുടെ സുഖമുള്ള ചില സ്ഥലങ്ങളിൽ നിന്നും അവരെ നീക്കി മാറ്റി വേറൊരു സ്ഥലത്തേക്ക് ആക്കി വെക്കും. ആ ആക്കി വെക്കുന്നതിൻ്റെ ഉദ്ദേശം പ്രത്യേകിച്ച് എന്താണെന്ന് ചോദിച്ചാൽ, സുവിശേഷ പ്രവർത്തനങ്ങളിലൂടെ ദൈവത്തിൻ്റെ രാജ്യം വ്യാപിക്കാൻ വേണ്ടിയിട്ടാണ് ദൈവം ചിലരെ ഒരു സ്ഥലത്ത് നിന്നും മറ്റു സ്ഥലത്തേക്ക് ആക്കി വെക്കുന്നത്. നിങ്ങൾ ചിലപ്പോൾ ഒരു സെക്യുലർ ജോബിൽ ഇൻവോൾവ് ആയിരിക്കാം, പക്ഷേ ചിലപ്പോൾ ദൈവം നിങ്ങളെ ഒരു സ്ഥലത്ത് നിന്നും മറ്റൊരു സ്ഥലത്തിലേക്ക് മാറ്റുന്നത് പൂർണ്ണസമയ വേലക്കാരായിരിക്കുന്ന ആൾക്കാർക്ക് ഒരു നെടുന്തൂണായിട്ട് നിൽക്കാനായിരിക്കും. It may be so that you may be a great backbone to full-time ministers of God who share God's word in your new location. ഒരു പുതിയ വേല സ്ഥലത്ത് പൂർണ്ണസമയ വേലക്കാരായിട്ടിരിക്കുന്ന ആൾക്കാർ ദൈവ വചന ശുശ്രൂഷ നിറപടിയായിട്ട് ചെയ്യണമെങ്കിൽ അതിനൊരു താങ്ങും തണലുമായിട്ട് മറ്റ് വിശ്വാസികളോടുണ്ടാവണം. അതിനായിട്ടായിരിക്കാം ദൈവം ചിലരെ മാറ്റി പാർപ്പിക്കുന്നത്. അപ്പോൾ ദൈവം അക്വിലയും പ്രിസ്കില്ലയെയും റോമിൽ നിന്നും കൊരിന്തിലേക്ക് മാറ്റിയതിൻ്റെ കാര്യമാണ് നമ്മൾ കാണുന്നത്. എന്ന് വെച്ചാൽ പൗലോസ് ഇവിടെ വരുമ്പോഴത്തേക്കും ഇവർ ഓൾറെഡി ഈ സമൂഹത്തിൽ വെൽ സെറ്റിൽഡായി. പൗലോസിന് സുഗമമായിട്ട് ഈ പട്ടണത്തിൽ തൻ്റെ വേല ആരംഭിക്കാനുള്ളൊരു വഴിയുമായി. അതുമാത്രമല്ല, പൗലോസിന് ഈ പട്ടണത്തിൽ സൗജന്യമായിട്ട് സുവിശേഷം ഈ പട്ടണത്തിലെ ആൾക്കാരോട് സംസാരിക്കണമെങ്കിൽ അക്വിലയുടെയും പ്രിസ്കില്ലയുടെയും വരവും വ്യാപാരവും ഈ സമയത്ത് അനിവാര്യമാണ്. ഡു യു സീ ഗോഡ് മൂവിങ് ഓർ പ്ലേസിങ് യു ഹിയർ? നിങ്ങൾ ഇവിടെ ആലുവ നേറ്റീവ്സ് ആയിട്ടുള്ള എത്ര പേരുണ്ട്? വളരെ കുറവാണ്. ഈ സദസ്സ് ഞാൻ നോക്കിയിട്ട് ആലുവയിലല്ലാത്തവരാണ് കൂടുതലുള്ളത്. തിരുവനന്തപുരത്തു നിന്നും ഗൾഫിൽ നിന്നും അങ്കമാലിയിൽ നിന്നും ഡൽഹിയിൽ നിന്നും അങ്ങനെ പല സ്ഥലത്തു നിന്നും വന്ന നാം ഇപ്പോൾ ഈ സ്ഥലത്തായിരിക്കുന്നു. ഒന്ന് ചിന്തിച്ച് നോക്കി. ഡു യു സീ ഗോഡ്സ് ഹാൻഡ് ബിഫോർ ഓൾ ഓഫ് ദീസ് തിങ്സ്? ഇതിൻ്റെ എല്ലാം പിറകിൽ ദൈവത്തിൻ്റെ ഒരു കൈ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടോ? Haven't you figured out that he did this to enable you to be a support system to those who are in missions? ഇതെല്ലാം ദൈവം ചെയ്യുമ്പോൾ സുവിശേഷ രംഗത്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്കൊരു താങ്ങും തണലുമായിട്ടായിരിക്കാനല്ലേ നിങ്ങളെ ദൈവം ഇവിടെ ഈ ആക്കി വെച്ചിരിക്കുന്നത്. രണ്ടാമതായിട്ട്, God predestining believers in the city of Corinth leads Paul to actively involve in missions in the city of Corinth by staying there for close to 2.5 years.
ദൈവം ഈ കൊരിന്ത്യൻ പട്ടണത്തിൽ ചില വിശ്വാസികളെ തനിക്കായിട്ട് നിയമിച്ചിട്ടുണ്ട്, മുൻനിർണയിച്ചിട്ടുണ്ട് എന്നുള്ള സത്യം പൗലോസിനെ കൂടുതൽ സുവിശേഷീകരണത്തിലേക്ക് തള്ളിവിടുകയാണ്. ഓക്കെ, അതായത് പൗലോസ് എങ്ങനെ ചിന്തിച്ചില്ല, ദൈവം തീരുമാനിച്ചിട്ടുണ്ടോ, പിന്നെ ഞാൻ എന്ത് ചെയ്യാനാ, ഞാൻ വെറുതെ ഒക്കെ ഇരുന്നാൽ മതി, ദൈവമെല്ലാം ചെയ്തോളൂ. മുൻനിർണയം എന്നുള്ള ഒരു ബിബ്ലിക്കലായിട്ടുള്ള ഒരു ഡോക്ടറിനെ പല വ്യക്തികളും ദുരുപയോഗം ചെയ്യുന്നതാണ് ഞാനീ പറഞ്ഞത്. ഇതിനെയാണ് ഹൈപ്പർ കാൽവിനിസം എന്ന് പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ? മുൻനിർണയം എന്നുള്ളത് തിരുവെഴുത്തിൽ സ്പഷ്ടമായിട്ടുള്ള ഒരു ഉപദേശമാണ്. എവിടെ നോക്കിയാലും നമുക്കത് കാണാൻ സാധിക്കും. എന്നാൽ മുൻനിർണയം എന്നുള്ള കാര്യത്തിനോട് ഒപ്പം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് മനുഷ്യൻ്റെ ഉത്തരവാദിത്വം. ഇത് രണ്ടും കൂടെ ഒരുമിച്ച് പോകുമ്പോഴേ നമ്മളുടെ ഉപദേശം പൂർണ്ണമാകുന്നു. ഈ ഒരു വിഷയത്തിൽ പലപ്പോഴും രണ്ട് എക്സ്ട്രീമിലാണ് പോകുന്നത്. ഒരു എക്സ്ട്രീം എന്തുവാ, ദൈവം നിയമിച്ചിട്ടുണ്ട്, അപ്പോൾ പിന്നെ ഞാനൊന്നും ചെയ്യണ്ടല്ലോ. മറ്റേ എക്സ്ട്രീം നമ്മൾ എന്തെങ്കിലും ചെയ്താലേ ആൾക്കാർ മുന്നോട്ട് വരത്തുള്ളൂ, അപ്പോൾ അവിടെ ദൈവത്തിൻ്റെ റോൾ എന്താണ്? അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെയും ഒരു ബാലൻസ് നമുക്ക് വേണം. പൗലോസിന് ആ ബാലൻസ് ഉണ്ടായിരുന്നു. True belief in the doctrine of predestination produces active involvement in missions and discipling. മുൻനിർണയം എന്നുള്ള ഉപദേശത്തിലുള്ള യഥാർത്ഥ വിശ്വാസം കലാശിക്കുന്നത് സുവിശേഷീകരണത്തിലും ശിഷ്യന്മാരാക്കുന്ന ക്രിയയിലും നമ്മൾ കൂടുതൽ ഇൻവോൾവ് ആകുമ്പോഴാണ്. ഇനി മൂന്നാമത്തെ കാര്യം, there is so much that a godly family can do in the growth of a local church and in the growth of a missionary. ഒരു പ്രാദേശിക സഭയുടെ വളർച്ചയിലും ഒരു സുവിശേഷകൻ അല്ലെങ്കിൽ ശുശ്രൂഷക്കാരൻ്റെ ശുശ്രൂഷയുടെ വളർച്ചയിലും ഒരുപാട് പങ്ക് ഒരു ഭക്തി നിറഞ്ഞ കുടുംബത്തിന് സാധ്യമാക്കാനുള്ള കേൾപ്പുണ്ട്. പൗലോസിൻ്റെ അഭാവത്തിൽ ഈ സഭ വളർന്നത് അപ്പൊല്ലോസിൻ്റെ പ്രവർത്തനത്താലാണ്. പൗലോസ് ഇല്ലാതിരുന്നപ്പോൾ ഈ സഭ വളർന്നതും ഉണ്ടായിരുന്ന വിശ്വാസികൾ കൂടുതൽ ബലപ്പെട്ടതും അപ്പൊല്ലോസിൻ്റെ ശുശ്രൂഷ നിമിത്തമാണ്. പക്ഷേ അപ്പൊല്ലോസിൻ്റെ ശുശ്രൂഷ ഇത്രത്തോളം ഫലപ്രദമായി തീരാൻ കാരണം അക്വിലയും പ്രിസ്കില്ലയും കൊടുത്ത ഡയറക്ഷൻസ് ആണ്, തിരുത്താൻ കാണിച്ച മനസ്സാണ്. സോ ബാക്കിയുള്ള നമുക്ക് എല്ലാവർക്കുമുള്ള ഒരു അഡ്വൈസ് ഇതാണ്: try to give godly guidance instead of going around and gossiping about your church ministers. നിങ്ങളുടെ സഭാ ശുശ്രൂഷകന്മാരെ പറ്റി പരദൂഷണം പറയാതെ അവർക്ക് നല്ല ഉപദേശം, ദൈവത്തിൻ്റെ വചനത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഉപദേശം കൊടുക്കാൻ നിങ്ങൾ ശ്രമിക്കണം. പലപ്പോഴും പരദൂഷണമാണ് നമ്മുടെ ഫസ്റ്റ് കാര്യം, അത് നിർത്തണം. നാലാമത്തെ കാര്യം, നോട്ട് എവരി വൺ ഹാസ് ദി എബിലിറ്റി ടു ഇൻവോൾവ് ഇൻ സോൾ വിന്നിങ് സക്സസ്ഫുള്ളി. ഒരു വ്യക്തിയെ ലക്ഷ്യത്തിലേക്ക് നയിക്കുവാൻ ഉള്ള ആ ഒരു ഉത്തരവാദിത്വം എല്ലാവർക്കും ഒരുപോലെ ഉണ്ടെന്ന് നമുക്ക് പറയാൻ സാധിക്കത്തില്ല. എല്ലാവർക്കും ആ കഴിവില്ല. അപ്പോൾ അങ്ങനെ കഴിവില്ലാത്ത ചിലരുണ്ടാവുമെങ്കിൽ അവരുടെ എബിലിറ്റി എന്താണെന്ന് അറിയാം. മറ്റുള്ളവരാൽ വിശ്വാസത്തിൽ വന്ന വ്യക്തികളെ പരിപാലിക്കുവാനും നയിക്കാനുമുള്ള അബിലിറ്റി ആയിരിക്കും അവർക്കുണ്ടാവുക. എല്ലാവരും സോൾ വിന്നേഴ്സ് ആയിരിക്കത്തില്ല. ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമാണ്, സുവിശേഷകന്മാരെന്ന ലേബൽ ഉള്ളവരിൽ ഭൂരിഭാഗവും സത്യം പറഞ്ഞാൽ സോൾ വിന്നിങ്ങിൻ്റെ കാര്യത്തിൽ അവർ കുറച്ച് പുറകോട്ടാണ്. അത് അവരുടെ കുഴപ്പമല്ല, മറിച്ച് അവരെ പറ്റി ദൈവം ചിലപ്പോൾ ആഗ്രഹിക്കുന്നത് ഏതെങ്കിലും ഒരു സഭയുടെ മൂപ്പനായിട്ട് ഇരിക്കാനായിരിക്കും. പക്ഷേ നമ്മളുടെ സമൂഹത്തിൽ മൂപ്പന്മാർക്കൊരു ഫുൾ ടൈം ജോലിയായിട്ട് നമ്മളതിനെ കണക്കാക്കുന്നില്ലാത്തതുകൊണ്ട് അവർക്ക് ശുശ്രൂഷയിൽ ഇരിക്കുകയും വേണം. പിന്നെന്താണ് വഴി? അവർ പിന്നെ അറിയപ്പെടേണ്ടത് എങ്ങനെയായിട്ടാണ്? സുവിശേഷകരായിട്ട്. ചിലപ്പോൾ ഇപ്പോൾ ഞാൻ എന്നെപ്പറ്റി തന്നെ ചിന്തിക്കാറുണ്ട്. ഞാൻ ശോഭിക്കുന്ന മേഖല കൂടുതലും ബൈബിൾ ടീച്ചിങ്ങും പ്രീച്ചിങ്ങുമാണ്. സുവിശേഷീകരണം ഞാൻ ചെയ്യുന്നുണ്ടെങ്കിലും അതിൽ എനിക്ക് അത്രയും ഒരു റിസൾട്ട് എനിക്ക് കാണാൻ സാധിച്ചിട്ടില്ല. പക്ഷേ നമ്മുടെ സമൂഹത്തിൽ ഞാനൊരു ശുശ്രൂഷ വേലക്കാരനായിട്ട് അറിയപ്പെടണമെങ്കിൽ എങ്ങനെയാണ് അറിയപ്പെടേണ്ടത്? ഒരു ലേബലേ ഉള്ളൂ എല്ലാവർക്കും, എന്താ? സുവിശേഷം.
അതാണ് പ്രശ്നം. അപ്പോൾ അങ്ങനെ ഒരു യാർഡ് സ്റ്റിക്ക്, ഒരു അളവുകോല് എല്ലാവരുടെ മേൽ അടിച്ചേൽപ്പിക്കുമ്പോൾ ദൈവം സത്യമായിട്ട് കൊടുത്ത കൃപാവരത്തെ ജ്വലിപ്പിക്കുവാനോ അത് പ്രകടമാക്കുവാനോ അതിനാൽ അറിയപ്പെടുവാനോ ഉള്ള സാധ്യതകൾ നമുക്കില്ല. ആരോ പറഞ്ഞതുപോലെ, ഇഫ് എ ഫിഷ് is measured by its ability to climb a tree, then it will believe all of its life that it is stupid. ഒരു മീനിനെ മരം കയറ്റം എന്നുള്ള കാര്യത്തിനെ വെച്ച് അതിനെ അളക്കുവാൻ ശ്രമിച്ചാൽ അത് ജീവിതകാലം മുഴുവൻ അതൊരു വിഡ്ഢിയാണെന്ന് തെറ്റിദ്ധരിച്ച് ജീവിക്കും. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ സഭ എന്നുള്ള നിലയിൽ, കൂട്ടുവിശ്വാസികൾ എന്ന നിലയിൽ നമ്മുടെ ഉത്തരവാദിത്തമുണ്ട്. സീ where and how a person can be useful. ഒരു വ്യക്തി എവിടെയാണ് എങ്ങനെയാണ് പ്രയോജനപ്പെടുന്നത് എന്നുള്ളത് നിരീക്ഷിക്കാനുള്ള ഉത്തരവാദിത്തം സഭകൾക്കുണ്ട്. And having done that, the church must encourage and give opportunities to shine in whatever calling God has given his ministers. അങ്ങനെ നിരീക്ഷിച്ചതിന് ശേഷം അപ്രകാരമുള്ള വ്യക്തികൾക്ക് അവരെ ദൈവം വിളിച്ച മേഖലയിൽ പ്രവർത്തിക്കുവാനും ശോഭിക്കുവാനുമുള്ള അവസരങ്ങൾ ഉണ്ടാക്കി കൊടുക്കുകയും പ്രചോദനം കൊടുക്കുകയും ചെയ്യണം. എങ്കിൽ അവർ വളരും. ഇപ്പോൾ അപ്പോളോസ് അധികം പേരെ ഒന്നും വിശ്വാസത്തിലേക്ക് കൊണ്ടുവന്നിട്ടില്ല. സോൾ വിന്നിങ് ആണ് ഒരു മിനിസ്റ്ററിൻ്റെ യാർഡ് സ്റ്റിക്കെങ്കിൽ അപ്പോളോസ് ഒരു തോൽവിയാണ്. പരിപാലനമാണ് ഒരു ശുശ്രൂഷകന്റെ യാർഡ് സ്റ്റിക്കെങ്കിൽ പൗലോസ് ഒരു തോൽവിയാണ്. മനസ്സിലാവുന്നുണ്ടോ? എന്നാൽ ദൈവം വെച്ചിരിക്കുന്ന ഈ തൊഴിൽ മേഖല, നട്ടവനും വെള്ളം നനയ്ക്കുന്ന രണ്ടും വ്യത്യസ്ത കാര്യങ്ങൾ, രണ്ടും വേണം. അപ്പോൾ നട്ടവനെ വെള്ളം കോരാൻ ഏൽപ്പിക്കരുത്. വെള്ളം കോരാൻ ഏൽപ്പിക്കുന്ന ആളെ നടാത്തവൻ എന്ന പേരിൽ അവനെ മുദ്ര കുത്തി അവനെ മാറ്റി നിർത്തരുത്. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. ചെയ്യുന്നുണ്ടോ? അതാണ് പ്രശ്നം. സോ അടുത്ത തവണ നമ്മൾ നേരിൽ കാണുമ്പോൾ എന്ന് വെച്ചാൽ 1 കൊരിന്ത്യർ 1-ാമത്തെ അധ്യായത്തിൻ്റെ 1 മുതൽ 3 വരെ ആ ഗ്രീറ്റിങ്സ് നമുക്കൊന്ന് വായിച്ച് നമുക്കൊന്ന് പഠിക്കാം. അപ്പോൾ ആ ഒരു മേഖലയെ നമ്മളത് നോക്കുമ്പോൾ എന്തുകൊണ്ട് ഈ ലേഖനം പൗലോസ് എഴുതി എന്നുള്ളത് നമുക്ക് ചിന്തിക്കാം. ദൈവം നമ്മളെല്ലാവരെയും സഹായിക്കട്ടെ. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ.